ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മൾട്ടികാസ്റ്റ് കമ്മ്യൂണിക്കേഷൻ്റെ പാർട്ട് 2 വീഡിയോ ആണ്. സോ പാർട്ട് 1 വീഡിയോയിൽ നമ്മൾ എന്താണ് മൾട്ടികാസ്റ്റിങ്, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, പിന്നെ IP മൾട്ടികാസ്റ്റ് ഒക്കെ നോക്കി. സോ ഈ വീഡിയോയിലോട്ട് പോകാം. നെക്സ്റ്റ് ടോപ്പിക് ഫെയിലിയർ മോഡൽ ഫോർ മൾട്ടികാസ്റ്റ് ഡേറ്റാഗ്രാംസ്. ലൈക്ക് നമ്മുടെ UDP ഡേറ്റാഗ്രാംസ്, IP മൾട്ടികാസ്റ്റ് ഡേറ്റാഗ്രാംസിനും ഫെയിലിയർ ഉണ്ടാവാം. അതിൻ്റെ മെയിനായിട്ട് വരുന്ന ഫെയിലിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒമിഷൻ ഫെയിലിയർ ആണ്. അതായത് ഒരു പ്രോസസ്സോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ചാനലോ ക്രാഷ് ആവുന്നത് കൊണ്ടുണ്ടാവുന്ന ഫെയിലിയർ. അപ്പം അങ്ങനൊരു കേസ് വരുമ്പോഴേക്കും നമുക്ക് ഗ്രൂപ്പിലുള്ള എല്ലാ മെമ്പേഴ്സിനും ആ മൾട്ടികാസ്റ്റ് ചെയ്ത മെസ്സേജ് റിസീവ് ചെയ്യും എന്നുള്ള ഗ്യാരണ്ടി പറയാൻ പറ്റില്ല. ഓക്കെ, സോ അങ്ങനെ മൾട്ടികാസ്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ് അങ്ങനെ ഒരു അൺറിലയബിൾ ആയിട്ടുള്ള മൾട്ടികാസ്റ്റിംഗ് ആണ് അവിടെ നടക്കുന്നതെന്ന് പറയുന്നത്. ബിക്കോസ് എല്ലാവർക്കും ആ ഒരു മെസ്സേജ് ചിലപ്പം ഡെലിവറി ആവണമെന്നില്ല. അങ്ങനൊരു ഗ്യാരണ്ടി പറയാൻ പറ്റത്തില്ല ബിക്കോസ് ഓഫ് ദിസ് ഒമിഷൻ ഫെയിലിയർ. ഇനി ജാവ API നോക്കാം. മൾട്ടികാസ്റ്റിംഗ് IP മൾട്ടികാസ്റ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള ജാവ APIs എന്തൊക്കെയാണ് ഉള്ളതെന്നുള്ളത് നോക്കാം. മൾട്ടികാസ്റ്റിംഗ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ജാവ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ക്ലാസ്സാണ് മൾട്ടികാസ്റ്റ് സോക്കറ്റ്. അപ്പം ഈ മൾട്ടികാസ്റ്റ് സോക്കറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേറ്റാഗ്രാം സോക്കറ്റ് എന്ന് പറയുന്ന ഒരു ക്ലാസ്സിൻ്റെ സബ് ക്ലാസ്സാണ്. അപ്പം ആ ഒരു ക്ലാസ്സിന് ഡേറ്റാഗ്രാം സോക്കറ്റ് എന്ന് പറയുന്ന ക്ലാസ്സിന് അഡീഷണൽ ആയിട്ടുള്ള ഒരു ഫീച്ചറും കൂടെ ആഡ് ചെയ്തിട്ട് മൾട്ടികാസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു ഫീച്ചറും കൂടെ ആഡ് ചെയ്തിട്ടുള്ള ഒരു ക്ലാസ്സാണ് മൾട്ടികാസ്റ്റ് സോക്കറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ ഒരു മൾട്ടികാസ്റ്റ് സോക്കറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് കൺസ്ട്രക്റ്റേഴ്സിനെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് വൺ സോക്കറ്റ് ക്രിയേഷന് വേണ്ടിയിട്ട് ബൈ യൂസിങ് ഒരു പെർട്ടിക്കുലർ പോർട്ട് വെച്ചിട്ട് സോക്കറ്റ് ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഫ്രീ ആയിട്ടുള്ളൊരു ലോക്കൽ പോർട്ടിനെ റെപ്രസെൻറ്റ് ചെയ്തിട്ട് സോക്കറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള കൺസ്ട്രക്റ്റേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട്. ഓക്കെ, ഇനി മൾട്ടികാസ്റ്റ് ഗ്രൂപ്പിലോട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളൊരു മെത്തേഡുണ്ട്, ജോയിൻ ഗ്രൂപ്പ് മെത്തേഡ്. ആ ഒരു മെത്തേഡിലോട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് മൾട്ടികാസ്റ്റ് അഡ്രസ്സ് വഴിയാണ് ആ ഒരു മെത്തേഡ് ഇൻവോക്ക് ചെയ്യുന്നത്. ഇനി അതുപോലെ തന്നെ സോക്കറ്റ് ജോയിൻ ചെയ്യുന്ന സോക്കറ്റിന് മൾട്ടികാസ്റ്റ് ഗ്രൂപ്പുകൾ ഒരു ഗിവൺ പോർട്ട് നമ്പർ ഉണ്ടാവും. ആ പോർട്ട് വഴി ഡേറ്റാഗ്രാംസ് റിസീവ് ചെയ്യാം. ഓക്കെ, ഇനി ഒരു പക്ഷേ ഗ്രൂപ്പിൽ നിന്ന് ലീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലീവ് ഗ്രൂപ്പ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് ലീവ് ചെയ്യാം. ഓക്കെ, ജോയിൻ ചെയ്തതിന് ശേഷം മൾട്ടികാസ്റ്റ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തതിന് ശേഷം പ്രോസസ്സുകൾ ഡേറ്റാഗ്രാം പാക്കറ്റ് ആ ഒരു പെർട്ടിക്കുലർ ക്ലാസ്സിൻ്റെ ഇൻസ്റ്റൻസസ് ക്രിയേറ്റ് ചെയ്തിട്ടാണ് മെസ്സേജസ് സെൻഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇങ്ങനെ സെവറൽ ഇൻസ്റ്റൻസസ് ആ ഒരു പ്രോഗ്രാമിൻ്റെ തന്നെ സെവറൽ ഇൻസ്റ്റൻസസ് സൈമൾട്ടേനിയസ് ആയിട്ട് ഡിഫറെൻറ്റ് കമ്പ്യൂട്ടേഴ്സിൽ റൺ ചെയ്യുന്ന സമയത്ത് ഇതൊരു ഗ്രൂപ്പായിട്ട് വർക്ക് ചെയ്യും. അപ്പം ഇവർക്ക് മെസ്സേജസിനെ സെൻഡ് ചെയ്യാൻ റിസീവ് ചെയ്യാൻ ഒക്കെ പറ്റും. ഇനി ജാവ API ഫോർ TTL എന്നുള്ള ഫങ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ജാവ API എന്ന് വെച്ച് സെറ്റ് ടൈം ടു ലീവ് എന്ന് പറയുന്നൊരു മെത്തേഡുണ്ട്. അതിൻ്റെ ഡിഫോൾട്ട് വാല്യൂ 1 ആണ്. ഓക്കെ, സെറ്റ് ടൈം ടു ലീവ് എന്ന് പറയുന്ന മെത്തേഡ് അവൈലബിൾ ആയിട്ടുണ്ട് ജാവയിൽ. അത് വെച്ചിട്ട് TTL നമുക്ക് സെറ്റ് ചെയ്യാം. നെക്സ്റ്റ് റിലയബിലിറ്റി ആൻഡ് ഓർഡറിങ് ഓഫ് മൾട്ടികാസ്റ്റ്. ഞാൻ പറഞ്ഞു ആദ്യമേ, ഇതിനകത്ത് മൾട്ടികാസ്റ്റിങ്ങിനകത്ത് നമുക്ക് റെസിപ്പിയൻസിന് എല്ലാവർക്കും മെസ്സേജ് കിട്ടിയെന്നുള്ളതിൻ്റെ ഒരു ഗ്യാരണ്ടി നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, ഇപ്പോൾ ഒരു ഡേറ്റാഗ്രാം ഒരു മൾട്ടികാസ്റ്റ് ചെയ്യുന്ന സമയത്ത് ചിലപ്പം എല്ലാവർക്കും ആ ഒരു സെയിം ഡേറ്റാഗ്രാം റിസീവ് ചെയ്യണമെന്നില്ല. അപ്പം എവിടെയെങ്കിലും വെച്ചിട്ട് ഒരു മൾട്ടികാസ്റ്റ് റൗട്ടറിൽ നിന്ന് അടുത്തൊരു റൗട്ടറിലോട്ട് പോകുമ്പോൾ ചിലപ്പോൾ ആ ഒരു മെസ്സേജ് ലോസ്റ്റ് ആവാം.
അങ്ങനെ പല റെസിപ്പിയൻസിനും ആ മെസ്സേജ്, ആ ഒരു റൗട്ടറിന് ശേഷമുള്ള പല റെസിപ്പിയൻസിനും ആ ഒരു മെസ്സേജ് കിട്ടാത്തൊരവസ്ഥ ഉണ്ടാവാം. ഓക്കെ, സോ മെസ്സേജ് ഡ്രോപ്പ് ആവുന്നത് കൊണ്ട് അവർക്ക് ആ കറക്റ്റായിട്ടുള്ള ഡീറ്റെയിൽസ് അറിയാൻ പറ്റിയെന്ന് വരത്തില്ല. പിന്നെ ചില സമയത്ത് റെസിപ്പിയൻസിൻ്റെ ബഫർ ഫുൾ ആവുകയാണെന്നുണ്ടെങ്കിൽ മെസ്സേജസ് ചിലപ്പം റിസീവ് ചെയ്യണമെന്നില്ല. അതുപോലെ തന്നെ വേറൊരു ഫാക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോസസ്സ് ഫെയിൽ ആവുകയാണെന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു മൾട്ടികാസ്റ്റ് റൗട്ടർ ഫെയിൽ ആവുകയാണെന്നുണ്ടെങ്കിൽ ആ റൗട്ടറിന് ശേഷമുള്ള റെസിപ്പിയൻസിനൊന്നും ഈ മെസ്സേജ് കിട്ടാത്തൊരവസ്ഥ ഉണ്ടാവാം. സിമിലർലി ഈ കൊടുക്കുന്ന ഓർഡറിൽ തന്നെ എല്ലാ മെമ്പേഴ്സിനും ഈ കറക്റ്റ് ഈ പറയുന്ന ഓർഡറിൽ തന്നെ ചിലപ്പോൾ എന്തെങ്കിലും ഒരു കമ്മ്യൂണിക്കേഷൻ ഡിലേ ഒക്കെ കൊണ്ട് ഓർഡർ ചേഞ്ച് ചെയ്തായിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ റിലയബിലിറ്റിയും ഓർഡറിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പാരിറ്റീവ്ലി നമുക്കൊരു ഗ്യാരണ്ടിയും പറയാൻ പറ്റത്തില്ല. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.